നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കട്ടപ്പന കല്യാണത്തണ്ടിലെ പുല്ലുമേട് മേഖലയിൽ റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചതോടെ ആശങ്കയിൽ 43 കുടുംബങ്ങൾ. ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് പ്രദേശവാസികൾ. ഓരോ വർഷവും പട്ടയം നൽകാമെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോഴും റവന്യൂ വകുപ്പിന്റെ കുടിയൊഴിപ്പിക്കൽ തന്ത്രം തുടരുകയാണെന്നും ആരോപണം. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഈ മാസം 28-ന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി. സർക്കാർ വക ഭൂമിയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് എഴുതി സ്ഥാപിച്ച ബോർഡ് പിഴുതെറിഞ്ഞ കോൺഗ്രസ്. CHR വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സുപ്രീംകോടതിയിൽ CHR വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ ഇതിനു മുമ്പ് സ്വീകരിച്ചിരിക്കുന്ന തീരുമാനത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാർഡമം ഹിൽ റിസർവ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന കേസിൽ കൃഷിക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഒരു സമീപനമായിട്ട് മാത്രമേ ഭൂമിയുടെ അളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലിനെ കാണാൻ കഴിയൂവെന്നും MP. അയ്യപ്പൻകോവിൽ പുല്ലുമേട് സുൽത്താനിയ റോഡിന് 40 ലക്ഷം രൂപ അനുവദിച്ചതായി പീരുമേട് MLA വാഴൂർ സോമൻ. റോഡിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴക്കാലം കഴിയുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കുമെന്നും MLA. വിശദമായ വാർത്തകളിലേക്ക്. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഈ മാസം 28-ന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. യോഗത്തിൽ പ്രശ്നത്തിന് പരിഹാരം കാണും. സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ച സ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കല്യാണത്തണ്ടിലെ ഭൂമി പ്രശ്നം അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ താൻ സ്ഥലത്തെത്തിയത് ഇക്കാര്യത്തിൽ സർക്കാർ ജനങ്ങൾക്കൊപ്പം ആയതുകൊണ്ടാണെന്ന മന്ത്രി വ്യക്തമാക്കി. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യും. 28-ാം തീയതി തിരുവനന്തപുരത്ത് റവന്യൂ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർക്കും. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരിക്കും യോഗം സംഘടിപ്പിക്കുകയെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അപ്പോൾ കല്യാണത്തണ്ട് പ്രദേശം മനോഹരമായ ഒരു പ്രദേശമാണ്. ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് അധിവസിക്കുന്ന ജനതയുടെ താല്പര്യം സംരക്ഷിക്കാൻ അതാണ് ഏറ്റവും ആവശ്യമെന്ന് കരുതുന്നു. അതിനുവേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ നടപടികളും ഇവിടെ ഇന്നലെ സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന വിഷയങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതായിട്ടും അത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റേണ്ടതായിട്ടുമുണ്ട്. ഞാനിന്ന് രാവിലെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചു. ഈ വിഷയം അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ജില്ലാ കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ ജനങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ സർക്കാരാണ് ഈ കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത്. ഉണ്ടായ വിഷയങ്ങളെക്കുറിച്ചും എന്താണ് ഇതിന് ആധാരമായ വിഷയം എന്നുള്ളതിനെക്കുറിച്ചും ഗവൺമെൻറ് അന്വേഷിക്കും. അതോടൊപ്പം തന്നെ വരുന്ന 28-ാം തീയതി ബുധനാഴ്ച സാധ്യമാകുന്ന അടുത്തൊരു ഡേറ്റ് എന്ന നിലയിൽ ബഹുമാനായ റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഈ വിഷയം ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്തൊരു മീറ്റിംഗ് വിളിച്ചു ചേർക്കും. ഈ 48 കുടുംബങ്ങളുടെയും ഇവിടെ താമസിക്കുന്ന സാഹചര്യങ്ങളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ചകൾ നടത്തും. ഇവിടുത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന റവന്യൂ ലാൻഡുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പ്രശ്നവും ഗവൺമെൻറ് ഭാഗത്തുനിന്നുണ്ടാവില്ലെന്ന് മാത്രമല്ല ജനപക്ഷത്താണ് സർക്കാർ. അതുകൊണ്ടാണ് ഈ വിഷയം അറിഞ്ഞ ഉടനെ ഇവിടെ എത്തിയത്. ഭൂപ്രശ്നങ്ങൾ നല്ല രീതിയിൽ പരിഹരിക്കാൻ ശ്രമിക്കുന്ന സർക്കാരാണിത്. 1964-ലെ ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്ത ചട്ടനിർമ്മാണത്തിലേക്ക് എത്തിച്ചത് സർക്കാരിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയ്ക്ക് തെളിവാണ്. ജില്ലയിൽ നിരവധി പട്ടയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത് പൂർണ്ണമായി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. വരുന്ന 3 മാസത്തിനുള്ളിൽ 10,000-ഓളം പട്ടയങ്ങൾ ജില്ലയിൽ വിതരണം ചെയ്യാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ്. കട്ടപ്പനയിലെ ഷോപ്പ് സൈറ്റ് പട്ടയത്തിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. 6 പതിറ്റാണ്ട് കാലമായി ജനങ്ങൾ അധിവസിക്കുന്ന മേഖലയാണ് കല്യാണത്തണ്ട്. ഇവിടുത്തെ വിഷയങ്ങൾ പരിശോധിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മന്ത്രിയോടൊപ്പം വിവിധ LDF നേതാക്കളും സ്ഥലം സന്ദർശിച്ചു. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് നേതൃത്വം. റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ച പുല്ലുമേട് മേഖലയിലെത്തിയ നേതാക്കൾ സർക്കാർ വക ഭൂമിയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നെഴുതി സ്ഥാപിച്ച ബോർഡ് പിഴുതെറിഞ്ഞു. ഇടുക്കിയെ കാർന്നു തിന്നുന്ന നിരവധി ഭൂവിഷയങ്ങളുടെ അവസാന ഉദാഹരണമാണ് കല്യാണത്തണ്ടെന്ന് KPCC സെക്രട്ടറി തോമസ് രാജൻ ആരോപിച്ചു. കട്ടപ്പന വില്ലേജ് ബ്ലോക്ക് 60-ൽ സർവേ നമ്പർ 19-ൽ ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള 37 ഏക്കർ റവന്യൂ പുറമ്പോക്കിലാണ് നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചത്.
മനഃപൂർവ്വം പട്ടയം നൽകാതെ മേഖലയിലെ 43 കുടുംബങ്ങളെ ഇറക്കിവിട്ട് ഇവിടം റിസർവ് വനമാക്കാനുള്ള സർക്കാർ നീക്കമാണെന്ന് ആരോപിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ആരംഭിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ റവന്യൂ വകുപ്പ് സ്ഥാപിച്ച ബോർഡ് പിഴുതെറിഞ്ഞു. ഇടുക്കിയെ കാർന്നു തിന്നുന്ന ദുരന്തമായി വിവിധ ഭൂപ്രശ്നങ്ങൾ മാറി. അതിന്റെ അവസാന ഉദാഹരണമാണ് കല്യാണത്തണ്ടിലെ റവന്യൂ വകുപ്പിന്റെ നടപടി. ചുറ്റുമുള്ള ഭൂമിയിൽ പട്ടയം നൽകുമ്പോഴും മേഖലയിൽ പട്ടയം നൽകാൻ സർക്കാർ തയ്യാറാകുന്നില്ല. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ മുതൽ കൃഷിക്കാരനെ കുടിയൊഴിപ്പിക്കാനും വനംവകുപ്പിന് ഹൈറേഞ്ച് തീരെഴുതി നൽകി ഇടുക്കിയിലെ കർഷക ജനതയെ ദ്രോഹിക്കാനും വേണ്ടി നടത്തുന്ന ഗൂഢാലോചനയുടെ ഫലങ്ങളാണിതെന്നും മന്ത്രി റോഷി അഗസ്റ്റിനും ഇതിൽ പങ്കാളിയാണെന്നും KPCC സെക്രട്ടറി തോമസ് രാജൻ പറഞ്ഞു. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിലേറിയ അന്നു മുതൽ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരന്റെ കൈവശമുള്ള ഭൂമിയിൽ നിന്ന് കൃഷിക്കാരനെ കുടിയൊഴിപ്പിക്കാനും വനം വകുപ്പിന് ഇത് പൂർണ്ണമായി തീർതി കൊടുത്തുകൊണ്ട് ഇടുക്കിയിലെ കർഷക ജനതയെ ദ്രോഹിക്കാനും വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന അതിനിഗൂഢമായ ഗൂഢാലോചനയുടെ കാർബൺ ഫണ്ടൊക്കെയാണോ ഇതിന്റെ പുറകിൽ എന്നുള്ളത് നമുക്ക് പറയാൻ ഞാനല്ല. കാരണം എത്ര കോടി ഇവരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് കാർബൺ ഫണ്ട് എന്ന നിലയിൽ ചെന്ന് ചേരുന്നുണ്ട്, വിദേശ രാജ്യങ്ങളുടെ സ്വാധീനം എത്രമാത്രം വന്നു ചേരുന്നുണ്ട് എന്നൊന്നും പറയാൻ നമ്മുടെ കയ്യിൽ കണക്കുകളില്ല. പക്ഷേ കേരളം പോലെ ഒരു ജനനിബിഡമായ സംസ്ഥാനം, ആ സംസ്ഥാനത്തെ ആളുകൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ പിടിച്ചെടുത്ത് റവന്യൂ വകുപ്പിൻ്റേതും ഫോറസ്റ്റിൻ്റേതുമാക്കി മാറ്റാൻ വേണ്ടി നടക്കുന്ന ഈ ഗൂഢാലോചനയിൽ പങ്കാളിയായ ഇടുക്കിയിൽ നിന്നുള്ള MLAയും ഇടുക്കിയുടെ മന്ത്രിയുമായ ശ്രീ റോഷി അഗസ്റ്റിൻ വരെ പങ്കാളിയാവുന്നു എന്നുള്ളത് ഇടുക്കിക്കാരെ സംബന്ധിച്ച് വലിയ സങ്കടകരമാണ്. ഇടുക്കിയിലെയും വയനാട്ടിലെയും കർഷകരെ കുടിയൊഴിപ്പിക്കുക എന്നത് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ അജണ്ടയാണെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട് ആരോപിച്ചു. ഈ സാഹചര്യത്തിലാണ് ഇവിടെ ഈ റവന്യൂ വകുപ്പ്, അതായത് പിണറായി ഗവൺമെന്റിന്റെ ഈ റവന്യൂ വകുപ്പ് ശ്രീ കെ രാജൻ മന്ത്രിയായിട്ടുള്ള ഈ റവന്യൂ വകുപ്പിൽ നിന്നും ഇവിടെ തഹസിൽദാർ നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. പ്രിയമുള്ളവരെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു വലിയ നിഗൂഢമായ ഒരു അജണ്ട തന്നെയാണ്. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി വ്യക്തമാക്കി. ഏതറ്റം വരെയും ഞങ്ങൾ പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള ജനങ്ങൾക്കും ജീവിക്കണം. അവരും ജനങ്ങളാണ്. ജനങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു കാരണത്തിനും കട്ടപ്പന നഗരസഭയുടെ ഭാഗത്ത് നിന്നും ഞങ്ങളാരും മുന്നോട്ട് വരില്ല. അവരുടെ ഒപ്പം തന്നെയാണ് ഞങ്ങളുടെ നഗരസഭ നിൽക്കേണ്ടത്. കട്ടപ്പനയുടെ വികസന പ്രവർത്തനങ്ങളെ താറുമാറാക്കുന്ന നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ളവർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ആവശ്യപ്പെട്ടു. CHR മുഴുവൻ വനഭൂമിയാണെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ റവന്യൂ ഭൂമിയാണെന്ന് പറയുന്നു. ഇതെല്ലാം ജനങ്ങളെ ഹൈറേഞ്ച് മേഖലയിൽ നിന്നും ഇറക്കി വിട്ടുകൊണ്ട് വനഭൂമിയാക്കാനുള്ള ഗവൺമെന്റിന്റെ കുത്സിതമായിട്ടുള്ള ശ്രമങ്ങളാണ്. ഇതിനെ കോൺഗ്രസ് പാർട്ടി അതിശക്തമായി നേരിടുന്നതെന്ന് അറിയിക്കുകയാണ്. ഈ മേഖലയിലുള്ള ജനങ്ങളോടൊപ്പമാണ് കോൺഗ്രസ് പാർട്ടി. ഈ വിഷയത്തിന്മേൽ ഗവൺമെന്റ് ശാശ്വതമായ നിലപാട് സ്വീകരിക്കണം. ബഹുമാനായ റോഷി അഗസ്റ്റിൻ ഇതിന് നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഇതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് തയ്യാറാണ്. അല്ലാതെ പിണറായി വിജയന്റെ മുന്നിൽ ഓച്ചാരി നിൽക്കുന്ന ഒരു മന്ത്രിയല്ല ആവശ്യം. ഇടുക്കിയിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയാണ് ആവശ്യം. റവന്യൂ വകുപ്പ് നടപടിയുമായി മുന്നോട്ട് പോയാൽ അതിശക്തമായ സമരത്തിലേക്ക് നീങ്ങാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. KPCC സെക്രട്ടറി തോമസ് രാജൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജോസ് മുത്തനാട്ട്, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ, ജോസ് ആനക്കല്ലിൽ, രാജു വെട്ടിക്കൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കല്യാണത്തണ്ടിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. CHR വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സുപ്രീംകോടതിയിൽ CHR വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ ഇതിനു മുമ്പ് സ്വീകരിച്ചിരിക്കുന്ന തീരുമാനത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് MP പറഞ്ഞു. കാർഡമം ഹിൽ റിസർവ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന കേസിൽ കൃഷിക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഒരു സമീപനമായിട്ട് മാത്രമേ ഭൂമിയുടെ അളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലിനെ കാണാൻ കഴിയൂവെന്നും MP മൂന്നാറിൽ വ്യക്തമാക്കി. അപ്പോൾ സത്യത്തിൽ സർക്കാരിൻ്റെ കൈവശം ഇരിക്കുന്ന രേഖകൾ ആ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വെറും 15,000-ലധികം വരുന്ന ഏക്കർ സ്ഥലം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ എന്നുള്ള ആ ഒരു സർക്കാരിൻ്റെ തീരുമാനത്തിന് ഉപോത്ബലകമായ തെളിവുകൾ കൃത്യമായ നിലയിൽ ഇവർ പ്രതിഷ്ഠിക്കേണ്ടതാണ്. അതിനപ്പുറത്ത് ഇപ്പോൾ 2 ലക്ഷം ഏക്കർ സ്ഥലമുണ്ട്, അതിൽ കൂടുതൽ ഏക്കർ സ്ഥലമുണ്ട്
എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. യഥാർത്ഥ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാടമൺ ഹിൽ റിസർവ് മേഖല എന്ന് പറയുന്നത് ഏലമല കാടുകൾ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവരെല്ലാം കുടിയൊഴിപ്പിക്കുന്നതിന് വേണ്ടി അതെല്ലാം വനമാണ് എന്ന തരത്തിൽ സർക്കാർ തന്നെ, സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനമെടുക്കുന്നത് ഏറെ പ്രതിഷേധകരമാണ്. ഇത് ജില്ലയിലെ കൃഷിക്കാരെ ഒന്നടങ്കം നിരാശയിലാക്കുകയും അവരുടെ അതിജീവനത്തിന് വിഘാതമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു. CHR വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസിൽ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതാണ് എന്നുകൂടി ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുകയാണ്. അയ്യപ്പൻകോവിൽ പുല്ലുമേട് സുൽത്താനിയ റോഡിന് 40 ലക്ഷം രൂപ അനുവദിച്ചതായി പീരുമേട് MLA വാഴൂർ സോമൻ. റോഡിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴക്കാലം കഴിയുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കുമെന്നും MLA പറഞ്ഞു. അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ സുൽത്താനിയ പുല്ലുമേട് റോഡ് തകർന്നു കിടക്കുവാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. കാൽനട യാത്ര പോലും ദുഷ്കരമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിനാൽ നിരവധി പ്രതിഷേധങ്ങളും ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് 40 ലക്ഷത്തോളം രൂപ മുടക്കി റോഡ് ഗതാഗത യോഗ്യമാക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. മഴക്കാലം കഴിയുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കും. ചപ്പാത്ത് ചെങ്കര റോഡ് മികച്ച നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി 1 കോടിയോളം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ആനവിലാസം പുല്ലുമേട് റോഡും മികച്ച നിലവാരത്തിൽ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും MLA പറഞ്ഞു. അതായത് സുൽത്താനിയ റോഡിന് ഫണ്ട് വെച്ചിട്ടില്ല, പഞ്ചായത്തോ ത്രിതല പഞ്ചായത്തോ MLA ഫണ്ട് വെച്ചിട്ടില്ല എന്ന ഒരു ആക്ഷേപം ഉയർത്തി BJP-ക്കാർ സമരം തുടങ്ങുന്നു എന്നാണ് വാർത്ത. വളരെ നിർഭാഗ്യമെന്നേ പറയാനുള്ളൂ. സുൽത്താനിയയിലെ കാര്യങ്ങൾ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും മെമ്പർമാരും എല്ലാം ചേർന്ന് എന്നെ നേരിട്ട് കൂട്ടി കൊണ്ടുപോയി കാണിച്ചു തന്നതാണ്. അത് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഞാൻ 40 ലക്ഷം രൂപ ആ ഫണ്ടിലേക്ക് മഴ കഴിഞ്ഞാൽ ഉടൻ തന്നെ റോഡ് ആരംഭിക്കും. നമ്മുടെ ഈ പഞ്ചായത്തിലെ റോഡുകളെല്ലാം നല്ല മനോഹരമാക്കണമെന്ന അതിയായ ആഗ്രഹം എനിക്കുണ്ട്. നമുക്കൊരു മലയോര ഹൈവേ ഉണ്ട്. ആ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന, നാഷണൽ ഹൈവേയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ സമർത്ഥമായി സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ തുടക്കമെന്നവണ്ണം ചപ്പാത്തിൽ നിന്ന് ചെങ്കര കൊളുന്തുവരയിലേക്ക് 1 കോടി രൂപ ഞാൻ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. നമ്മുടെ മേരികുളം റോഡ് നിങ്ങൾക്കറിയാം, അത് പുല്ലുമേട് തൊട്ട് ചെങ്കര വരെ ഇപ്പോൾ BMBC നിലവാരത്തിൽ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉപ്പുതറ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളുടെ സമഗ്രമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് പല പദ്ധതികളും ആവിഷ്കരിക്കുന്നുണ്ട്. കട്ടപ്പന, കാഞ്ചിയാർ, അയ്യപ്പൻകോവിൽ, ഉപ്പുതറ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനു വേണ്ടി തോണിത്തടിയിലെ ചെക്ക് ഡാമിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും MLA വ്യക്തമാക്കി. വണ്ടിപ്പെരിയാറിൽ ലയത്തിന്റെ മേൽക്കൂര തകർന്നു വീണ് 1 വയസ്സുള്ള കുട്ടിക്ക് പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷൻ പോപ്സ് എസ്റ്റേറ്റ് വക ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നത്. വണ്ടിപ്പെരിയാർ മഞ്ചുമല ലോവർ ഡിവിഷൻ പോപ്സ് എസ്റ്റേറ്റ് വക ലയത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ലയത്തിൽ താമസിക്കുന്ന ഡേവിഡ്, വിനീത ദമ്പതികളുടെ ഇളയ മകൾ ദർശനിക്കാണ് പരിക്കേറ്റത്. വീടിനുള്ളിൽ ജ്യേഷ്ഠനുമൊത്ത് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലയത്തിന്റെ മേൽക്കൂര തകർന്ന് വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് തങ്ങൾ ഓടിയെത്തിയപ്പോഴാണ് കുട്ടിയുടെ ദേഹത്ത് മേൽക്കൂര വീണ വിവരം അറിഞ്ഞതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. ഞങ്ങൾ പെരിയാർ പോയിട്ട് വന്നിട്ട് കൊച്ചിനെ അകത്ത് ഇറക്കി വിട്ടതാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടക്കിനും ഇത് മേൽക്കൂര ഒടിഞ്ഞ് ഞങ്ങളുടെ താഴോട്ട് കൊച്ചിൻ്റെ പുറത്ത് തന്നെ വീഴുന്നു. എനിക്ക് ഒന്നും കൈയും മൂടിയില്ല, കാലും മൂടിയില്ല. കൊച്ചിനെ അങ്ങനെ എടുത്തപ്പോൾ ബോധം കെട്ട് കിടന്നു. എടുത്ത് പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയിട്ട് കോട്ടയം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. തലയ്ക്ക് നല്ല പരുക്കുണ്ട്. ഈ സമയം കുട്ടിയുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. തുടർന്ന് പീരുമേട് താലൂക്ക് ആശുപത്രിയിലും അവിടുന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. കഴിഞ്ഞ 4 വർഷക്കാലമായി മഞ്ചുമല ലോവർ ഡിവിഷനിലെ ലയത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന തൊഴിലാളികൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്നതാണ്. എന്നാൽ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം M ശിവരാമൻ ആരോപിച്ചു. പോപ്സിന്റെ ലൈൻ മൊത്തം ഇങ്ങനെയാ പോയിരിക്കുന്നത്. ഇപ്പൊ വന്നിട്ട് യേസാസിന്റെ മകൻ അതിന്റെ താമസിച്ചുകൊണ്ടിരുന്നത്. 2 യേസാസൻ മകനും മരുമകളും 2 പേരക്കുട്ടികളും ഇതിന്റെ താമസിച്ചുകൊണ്ടിരുന്നത്. അവരിപ്പോ കിടക്കുന്ന സമയത്ത് റോഡ് മൊത്തം പൊളിഞ്ഞ് താഴോട്ട് വീണിട്ട് കൊച്ചിന് ബൾക്ക് പറ്റി. ഇപ്പം പേരിമേൽ ആശുപത്രി കൊണ്ടുപോയി ഇപ്പം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കാം. എല്ലാ ലൈനും ഇതുപോലെ തന്നെ ഇരിക്കുന്നത്. ഒരു ബാത്റൂമോ
അല്ലാതെ കക്കൂസോ ഒന്നും ഇവിടെ ശരിയല്ല. എല്ലാ ലൈനും ഇതുപോലെ ഇരിക്കുന്നത്. ഇത് മൊത്തം പേടിച്ച ആൾക്കാർ മുഴുവൻ ഇരിക്കുന്നത്. പീരുമേട്ടിലെ മിക്ക തേയിലത്തോട്ടങ്ങളിലും താമസിക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ ഇതുതന്നെയാണ്. സംസ്ഥാന സർക്കാർ ബജറ്റിൽ തൊഴിലാളികൾക്ക് വാസയോഗ്യമായ വീടൊരുക്കുന്നതിന് തുക വകയിരുത്തിയിട്ടുണ്ട്. എങ്കിലും തൊഴിലാളികൾ എസ്റ്റേറ്റ് ലയത്തിൽ ഭീതിയോടെ കഴിയേണ്ട സാഹചര്യമാണ് നിലവിൽ. സർക്കാർ ഇടപെട്ട് ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. വയനാട് പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തണമെന്ന ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു. കേരള പ്രദേശ് കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സംഘടിപ്പിച്ച ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദീപം തെളിയിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2018 മഹാപ്രളയത്തിൽ കിടപ്പാടം നഷ്ടപ്പെട്ടവർ ഇടുക്കിയിലെ പല ഭാഗങ്ങളിലും ഇന്നും വാടക വീടുകളിലും ക്വാർട്ടേഴ്സുകളിലുമായി കഴിയുന്നുണ്ട്. പ്രളയത്തിനു ശേഷം 6 വർഷം കഴിഞ്ഞിട്ടും LDF സർക്കാർ പുനരധിവാസം പൂർത്തീകരിച്ചിട്ടില്ല. ഈ ഉദാസീനത വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായി എല്ലാം നഷ്ടപ്പെട്ട് ദുരന്തത്തിൽ കഴിയുന്ന മനുഷ്യരോട് കാണിക്കാതെ അവരെ അനാഥരായി തെരുവിൽ അലയാൻ വിടാതെ ദുരിതാശ്വാസ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിച്ച് എത്രയും വേഗം പുനരധിവസിപ്പിക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് CP മാത്യു ആവശ്യപ്പെട്ടു. കർഷക കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുതോണിയിൽ സംഘടിപ്പിച്ച ദുരന്തബാധിതർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദീപം തെളിയിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് വിലയില്ല. കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന വില കുറവ് അവരെ വല്ലാതെ ബാധിക്കുന്നു. എല്ലാ രീതിയിലും കർഷകൻ ദുഃഖിതനാണ്, പരാജിതനാണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഭരണകൂട കർഷകർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. ആ കുറ്റകരമായ അനാസ്ഥ നമ്മുടെ സംസ്ഥാനത്തെ ഒരു ശവപ്പുറമാക്കി മാറ്റുമോ എന്ന് സംശയിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത്. ഞാൻ ദീർഘമായ പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ ദീപനാളങ്ങളുടെ കൊളുത്തുമ്പോൾ അവിടെ മരിച്ചു വീണവർ, മരിച്ചിട്ടും കണ്ടെടുക്കാൻ കഴിയാത്ത നിങ്ങളെപ്പോലെയും എന്നെപ്പോലെയും ജീവിക്കാൻ ആഗ്രഹിച്ച ഒരു പറ്റം മനുഷ്യരുടെ അവരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. കർഷക കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയോടൊപ്പം രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാ സഹകരണവും പിന്തുണയും സർക്കാരിന് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ടോമി പാലക്കൽ അധ്യക്ഷനായിരുന്നു. KPCC എക്സിക്യൂട്ടീവ് അംഗം AP ഉസ്മാൻ, ജോസ് മുത്തനാട്ട്, ശശിധരൻ നായർ, KA എബ്രഹാം, MD അർജുനൻ, അഡ്വക്കേറ്റ് അനീഷ് ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ദേവികുളം നിയോജക മണ്ഡലത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി കോൺഗ്രസ്. KPCCയുടെ മിഷൻ 2025 ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ദേവികുളത്ത് നിയോജക മണ്ഡല ഏകദിന എക്സിക്യൂട്ടീവ് യോഗം നടന്നു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനവും വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനർസംഘടന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും കാര്യക്ഷമമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് KPCCയുടെ മിഷൻ 2025 ഭാഗമായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർദ്ദേശാനുസരണം ദേവികുളത്ത് നിയോജക മണ്ഡലം ഏകദിന എക്സിക്യൂട്ടീവ് യോഗം നടന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP യോഗം ഉദ്ഘാടനം ചെയ്തു. ഓഹരി തട്ടിപ്പ് കുംഭകോണവുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയല്ല വളരെ തെളിവയാർന്ന നിലപാടുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ശ്രീ മല്ലികാർജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അധ്യക്ഷൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാജ്യത്ത് തുടർന്നുള്ള കാലഘട്ടങ്ങളിൽ വലിയ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതിനൊപ്പം നമുക്ക് ചുവടുവയ്ക്കാൻ കഴിയണം. യോഗത്തിൽ മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് S വിജയകുമാർ അധ്യക്ഷനായിരുന്നു. രാഷ്ട്രീയകാര്യ സമിതി അംഗവും വിഷൻ 2025 ഇടുക്കി ജില്ലയുടെ ചുമതല വഹിക്കുന്ന ജോസഫ് വാഴക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC പ്രസിഡന്റ് CP മാത്യു, KPCC മുൻ വൈസ് പ്രസിഡന്റ് AK മണി, KPCC സെക്രട്ടറി MN ഗോപി, DCC മുൻ പ്രസിഡന്റ് റോയ് K പൗലോസ്, ജോയി വെട്ടിക്കുഴി, AP ഉസ്മാൻ, PV സ്കറിയ, ബാബു P കുര്യാക്കോസ്, TN സിദ്ദിഖ്, OR ശശി എന്നിവർ സംസാരിച്ചു. തൊടുപുഴയിലുണ്ടായ ലീഗ് കോൺഗ്രസ് അഭിപ്രായ ഭിന്നതയിൽ പ്രതികരണവുമായി ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. വിഷയത്തിൽ UDF സംസ്ഥാന നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു നടന്നത്. സംസ്ഥാന നേതൃത്വം സമയബന്ധിതമായി തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും MP വ്യക്തമാക്കി. UDFനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമായിരുന്നു എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അത് UDFന്റെ സംസ്ഥാന നേതൃത്വം ആ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഞാനിപ്പോൾ സംഘടനാപരമായി ഉത്തരവാദിത്തമുള്ള ഒരാളല്ല, പക്ഷേ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ കാര്യത്തിൽ UDFന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് സമയബന്ധിതമായി തന്നെ ആ പ്രശ്നം പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. എങ്കിൽ മാത്രമേ നമുക്ക് UDF അല്ലാതെ ആകാൻ നമുക്ക് നിർവാഹമില്ല. അത് UDFൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം
കോൺഗ്രസിൻ്റെതായ നിലപാട്, മുസ്ലിം ലീഗിൻ്റെതായ നിലപാട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ UDF എന്നുള്ള നിലയിൽ ഈ നിലയിൽ സംസ്ഥാന തലത്തിൽ ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉടുമ്പൻചോല വട്ടപ്പാറ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ 175 ലിറ്റർ വാറ്റുചാരായം പിടികൂടി. സംഭവത്തിൽ വട്ടപ്പാറ പാറക്കൽ അരുണിനെ നാർക്കോട്ടിക് സംഘം അറസ്റ്റ് ചെയ്തു. നാർക്കോട്ടിക് സ്ക്വാഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ് NKക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ വൻ ചാരായ ശേഖരം പിടികൂടിയത്. സംഭവത്തിൽ വട്ടപ്പാറ പാറക്കൽ അരുണിനെ സംഘം അറസ്റ്റ് ചെയ്തു. ഓണവിപണി ലക്ഷ്യമിട്ട് ഇയാളും കൂട്ടരും വൻതോതിൽ ചാരായം വാറ്റുന്നു എന്ന വിവരം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസമായി നടത്തിവന്ന രഹസ്യ അന്വേഷണത്തിലാണ് വിപുലമായ ചാരായ ശേഖരം കണ്ടെത്താനായതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജില്ലയ്ക്കകത്തും പുറത്തും ഇയാൾ ചാരായം ആവശ്യക്കാർക്ക് എത്തിക്കുന്നതായും ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. വട്ടപ്പാറ മേഖലയിലെ ഉൾവനത്തിൽ നിന്നുമാണ് ചാരായം പിടികൂടിയത്. അരുണിനെ കൂടാതെ മറ്റു ചില പ്രതികൾ കൂടി സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എക്സൈസ് വകുപ്പിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇവർക്കായുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ദിലീപ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് KM, അബ്ദുൾ ലത്തീഫ്, യദുവംശരാജ്, ധനീഷ് പുഷ്പചന്ദ്രൻ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി, ഡ്രൈവർ നിതിൻ ജോണി എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെയും ചാരായവും പിടികൂടിയത്. കൊട്ടാരക്കര ദിണ്ടുകൽ ദേശീയപാതയിൽ ഓട്ടത്തിനിടെ സ്വകാര്യ ബസിന്റെ മുൻവശത്തെ ടയർ പൊട്ടി. കോട്ടയം കുമളി റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ ടയറാണ് വണ്ടിപ്പെരിയാർ 63-ാം മൈൽ പിന്നിട്ടപ്പോൾ പൊട്ടിയത്. കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ 63-ാം മൈൽ പിന്നിട്ടപ്പോഴാണ് ബസിന്റെ ടയർ പൊട്ടിയത്. കോട്ടയം കുമളി റൂട്ടിൽ സർവീസ് നടത്തുന്ന മുബാറക് ബസിന്റെ മുൻഭാഗത്തെ ടയറാണ് പൊട്ടിത്തെറിച്ചത്. വലിയ ശബ്ദത്തോടുകൂടി ടയർ പൊട്ടിയത് യാത്രക്കാരിൽ ഭീതി പരത്തി. ഡ്രൈവറുടെ സംയോജിത ഇടപെടലിൽ ബസ് ബ്രേക്ക് ചെയ്ത് നിർത്തുകയായിരുന്നു. പിന്നീട് യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മരുതുംപേട്ടയിൽ കന്നുകാലിക്കൂട്ടങ്ങൾ കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ വ്യാപകമായി നശിപ്പിക്കുന്നതായി പരാതി. ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട അധികൃതർക്ക് പരാതി നൽകാനൊരുങ്ങുകയാണ് മരുതുംപേട്ടയിലെ കർഷകർ. അയ്യപ്പൻകോവിൽ മരുതുംപേട്ടയിലാണ് കന്നുകാലികൾ കൃഷിദേഹണ്ഡങ്ങൾ നശിപ്പിക്കുന്നതായി പരാതി ഉയർന്നിരിക്കുന്നത്. ഏലപ്പാറ, ഹെലിബറിയ മേഖലകളിൽ നിന്നുമാണ് കന്നുകാലിക്കൂട്ടങ്ങൾ ഈ മേഖലയിലേക്ക് എത്തുന്നതെന്നാണ് പരാതി. ഒരു കർഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒരു വർഷത്തെ ഫലത്തിൻ്റെ പരമായിട്ടാണ് എൻ്റെ വിളവെടുപ്പ് കിട്ടുന്നത്. അത് ഒരു നിമിഷ നേരങ്ങൾ കൊണ്ട് വന്ന് ഈ പശുക്കൾ മുഴുവൻ തിന്ന് നശിപ്പിച്ചിട്ട് പോകുന്ന ഒരു പ്രവണതയിലേക്കാണ് പോകുന്നത്. ഒന്നാമത് ഇപ്പം കാർഷിക ഉൽപ്പന്നങ്ങളിൽ ഇവിടെ പണി തീരെ കുറഞ്ഞ് ഒരു കാർഷിക മേഖലയാണ്, സാധാരണ ജനങ്ങൾ വസിക്കുന്ന മേഖലയാണ്. അതിൻ്റെ കൂടെ ഈ കന്നുകാലികളുടെയും കാട്ടുമൃഗങ്ങളുടെയും ഈ ശല്യവും കൂടി ഇതിപ്പോൾ ഒരു വർഷത്തോളം ഉണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഞങ്ങൾ സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ബന്ധപ്പെട്ട അതിൻ്റെ ഉടമസ്ഥരെയൊക്കെ വിളിച്ചു വരുത്തി അതിനൊരു ശാസന കൊടുത്തൊക്കെ പറഞ്ഞു വിട്ടതുമാണ്. പക്ഷേ എന്നാലും ഇതിന് ഒരു ശാശ്വത പരിഹാരം ഇന്നുവരെ കണ്ടിട്ടില്ല. മുൻപും ഇത്തരത്തിൽ കന്നുകാലി ശല്യം രൂക്ഷമായതിനെ തുടർന്ന് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിന് പരിഹാരം കണ്ടിരുന്നു. എന്നാൽ വീണ്ടും ഇത്തരത്തിൽ കന്നുകാലി ശല്യം ഇവിടെ രൂക്ഷമായിരിക്കുകയാണെന്നും കർഷകർ പറയുന്നു. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് മരുതുംപേട്ട മേഖലയിലെ കൃഷി ദേഹങ്ങൾ ഏലപ്പറം പഞ്ചായത്തിലെ ഹെലിബറിയയിൽ നിന്നുള്ള നിരവധി കന്നുകാലികൾ ഒന്ന് കൃഷി നശിപ്പിച്ച് വളരെയേറെ നാശമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 8-10 പശുക്കളാണ് ഒന്നിച്ച് വരുന്നത്. മൊത്തം ഏതാണ്ട് 10-16 പശുക്കൾ, കിടാക്കൾ ഉൾപ്പെടെ ഈ മേഖലയിൽ മാസങ്ങളായിട്ട് കൃഷി ദേഹം നശിപ്പിച്ച് ഇവിടെ നടക്കുകയാണ്. ഉടമസ്ഥർ ഇതിനെ ഇന്നേ വരെ പിടിച്ചു കിട്ടുകയോ മറ്റ് സ്വന്തം സംരക്ഷണത്തിലേക്ക് ആക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടുത്തെ കൃഷിക്കാർ സംഘടിച്ചുകൊണ്ട് അടുത്ത ദിവസം തന്നെ 10-20 പേര് ഒപ്പിട്ടൊരു മാസ് പെറ്റീഷൻ പഞ്ചായത്തിന് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. മരുതുംപേട്ടയുടെ വിവിധ മേഖലകളിൽ രാത്രികാലങ്ങളിൽ കാട്ടുപന്നി ശല്യവും രൂക്ഷമാണ്. ഇതോടെ കർഷകരുടെ കൃഷിദേഹണ്ഡങ്ങൾ വ്യാപകമായാണ് നശിപ്പിക്കപ്പെടുന്നത്. കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ, YMCA, പവർ ഇൻ ജീസസ് ചർച്ച് തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു. സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പള്ളിക്കവല CSI ഗാർഡനിൽ വെച്ചാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടന്നത്. देखो हमसे करता है प्यार।
YMCA പ്രസിഡന്റ് റിജിക് ജോർജ് അധ്യക്ഷനായിരുന്നു. കട്ടപ്പന സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുവറമ്പിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നതിൽ വളരെയധികം സെൻറ്റ് ജോൺസിൻ്റെ ഭാഗത്തു നിന്നും വളരെയധികം സന്തോഷമുണ്ട്. നമുക്കറിയാം, ഈ അതിഥി തൊഴിലാളികൾ എന്ന് പറയുമ്പോഴത്തേന് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ തൊഴിലിന് വേണ്ടിയിട്ട് വരുന്നതാണ്. ഒരുപക്ഷെ അവരുടെ തിരക്ക് കാരണമോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമോ ഒരുപക്ഷെ ഈ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ അതിനെ കാര്യമായിട്ട് ഗവനിക്കുവാനായിട്ടോ അവർക്ക് സമയമോ സൗകര്യമോ ലഭിക്കാറില്ല. ഇങ്ങനെയുള്ള ഈ ഒരു അവസരത്തിൽ ഞായറാഴ്ച ദിവസം നിങ്ങൾ പലപ്പോഴും ടൗണിൽ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാമ്പിൽ വിസിറ്റ് ചെയ്യുവാനായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ചെറിയ ബുദ്ധിമുട്ടുകൾ, അവിടെ വേദന ഇവിടെ വേദന, അല്ലെങ്കിൽ വിട്ടുമാറാത്ത ജലദോഷം, അല്ലെങ്കിൽ ഡയബറ്റിക്കിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡോക്ടേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു സ്ഥലത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചാൽ അത് വളരെ നല്ലതാണല്ലോ എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിൽ വന്നത്. ജനറൽ മെഡിസിൻ, ENT, ത്വക്കുരോഗം, ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ പരിശോധനകൾ സൗജന്യമായാണ് നടത്തിയത്. ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധിച്ചവരിൽ ആവശ്യമായവർക്ക് കുറഞ്ഞ നിരക്കിലുള്ള തുടർ ചികിത്സ സെന്റ് ജോൺസ് ആശുപത്രിയിൽ നൽകും. YMCAയുടെ 180ാമത് വാർഷികത്തിന്റെയും കട്ടപ്പന YMCAയുടെ 45ാമത് വാർഷികത്തിന്റെയും ഭാഗമായാണ് ക്യാമ്പ് നടത്തിയത്. കട്ടപ്പന നഗരസഭയിലെ പൊതുജനങ്ങൾക്കും അതിഥി തൊഴിലാളികൾക്കുമായാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. YMCA സംസ്ഥാന വിദ്യാഭ്യാസ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ്, പവർ ഇൻ ജീസസ് ചർച്ച് പാസ്റ്റർ വിൻസെന്റ് തോമസ്, YMCA സെക്രട്ടറി KJ ജോസഫ്, പ്രോഗ്രാം കൺവീനർ ലാൽ പീറ്റർ PG, ട്രഷറർ UC തോമസ് എന്നിവർ സംസാരിച്ചു. ജോസഫ് UC, റോജൻ ഈപ്പൻ, ജോർജി മാത്യു, ജോസ് വർഗീസ് എന്നിവർ നേതൃത്വം നൽകി. SNDP യോഗം കട്ടപ്പന പുളിയന്മല ശാഖയിൽ ദിവ്യജ്യോതി പ്രയാണത്തിനും ശ്രീനാരായണ മാസാചരണത്തിനും തുടക്കമായി. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. SNDP യോഗം 4998 നമ്പർ പുളിയന്മല ശാഖയിൽ ശിവഗിരി മഹാസമാധിയിൽ നിന്നുള്ള ദിവ്യജ്യോതി പ്രയാണത്തിനും ശ്രീനാരായണ മാസാചരണത്തിനുമാണ് തുടക്കമായത്. ചിങ്ങം 1 മുതൽ കന്നി 5 വരെയാണ് ശ്രീനാരായണ മാസാചരണം ശാഖയിൽ നടക്കുന്നത്. ഗുരുദേവ ഭാഗവത പാരായണം, ദിവ്യജ്യോതി പ്രയാണം തുടങ്ങിയ പരിപാടികൾ ചതയത്തോടും സമാധിയോടും അനുബന്ധിച്ച് നടക്കും. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവിനെ പ്രാർത്ഥിക്കുക എന്നതൊരു വലിയ കാര്യമാണെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നിത്യജീവിതത്തിൽ എങ്ങനെ നമുക്ക് ഉയരാം, ആത്മീയമായി ഭൗതികമായി, അതിനെന്തൊക്കെയാണ് ഗുരുദേവൻ പറഞ്ഞു വെച്ചിട്ടുള്ള സന്ദേശങ്ങൾ എന്ന് പഠിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ആ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി, ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗുരുവിന്റെ സന്ദേശങ്ങൾ വളരെ ആഴത്തിൽ പഠിക്കും എന്നൊരു ശബ്ദമാണ് ഈ ദിവ്യജ്യോതിയോടൊപ്പം നമ്മൾ എടുക്കേണ്ടത്. ശാഖായോഗം പ്രസിഡന്റ് പ്രവീൺ വട്ടമല അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി ജയൻ MR, വൈസ് പ്രസിഡന്റ് PN മോഹനൻ, യൂണിയൻ കമ്മിറ്റി അംഗം EA ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങുകൾക്ക് ഷാജൻ തന്ത്രികൾ, വിജയൻ ശാന്തികൾ, അഖിൽ ശാന്തികൾ തുടങ്ങിയവർ നേതൃത്വം നൽകും. കട്ടപ്പന നഗരസഭ നത്തുകല്ല് 7ാം വാർഡിൽ വാർഡ് സഭ നടന്നു. നഗരസഭാ മുൻ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെട്ടിക്കുഴക്കവല സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് വാർഡ് സഭ സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ രാജൻ കാലാച്ചുര അധ്യക്ഷനായിരുന്നു. നഗരസഭാ മുൻ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു. ഈ വർഷം കിട്ടിയിരിക്കുന്ന നിങ്ങളുടെ വാർഡ് കൗൺസിലറുടെ ഫണ്ട് ഇപ്രാവശ്യം നത്തുകല്ല് റോഡിനാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ അകത്തൊരു നിർഭാഗ്യവശാൽ നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ ഈ വർഷം കിട്ടിയിരിക്കുന്ന നമ്മുടെ ഫണ്ടിൽ നിന്ന് 1.25 കോടി രൂപ നമുക്ക് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അങ്ങനെ വെട്ടിക്കുറയ്ക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം സാമ്പത്തിക വർഷം അവസാനിക്കുന്ന നമുക്ക് മാർച്ച് മാസമാണ്. അപ്പം നമ്മുടെ ബില്ലുകളെല്ലാം മാറിപ്പോകുന്ന മാർച്ച് 30 മുമ്പാണ് നമുക്ക് മാറിപ്പോകുന്നത്. അപ്പം നമ്മൾ മാർച്ച് 25 ശേഷം നമ്മൾ ട്രഷറിയിൽ കൊടുത്ത ഏകദേശം 1.5 കോടിയോളം രൂപയുടെ ബില്ല് നമുക്ക് മാർച്ച് മാസം നമ്മുടെ മാറാതെ ഉണ്ട്.
അങ്ങനെ മാറാതെ വന്ന ബില്ലുകൾ നമ്മുടെ ഈ വർഷത്തെ ഫണ്ടിൽ നിന്ന് ഗവൺമെൻറ് അത് കുറവ് ചെയ്തു. യഥാർത്ഥത്തിൽ അങ്ങനെ നമുക്ക് കുറവ് ചെയ്യേണ്ടതല്ല. കാരണം നമ്മൾ ട്രഷറിയിൽ ബില്ല് സബ്മിറ്റ് ചെയ്താൽ മാർച്ച് മാസത്തിന് മുമ്പ് ആ ബില്ല് മാറിപ്പോവുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കുറ്റം കൊണ്ടല്ല. ഇത് നമുക്ക് മാത്രം സംഭവിച്ച കാര്യമല്ല. ഈ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അങ്ങനെ മാറാതെ വന്ന ബില്ലുകളുടെ തുക ഈ വർഷത്തെ ഫണ്ടിൽ നിന്ന് കുറയ്ക്കുകയും ഇപ്പം ഓരോ കൗൺസിലർമാർക്കും കൊടുത്തിരിക്കുന്ന മെയിൻ്റനൻസ് ഫണ്ടിൽ നിന്ന് 5 ലക്ഷം രൂപ നമുക്ക് കുറവ് വരികയും ചെയ്തിട്ടുണ്ട്. നഗരസഭ 14-ാം പഞ്ചവത്സര പദ്ധതി 2024-25 വാർഷിക പദ്ധതിയിലേക്കുള്ള ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായാണ് വാർഡ് സഭ ചേർന്നത്. CDS 1 ചെയർപേഴ്സൺ രത്നമ്മ സുരേന്ദ്രൻ, മുൻ കൗൺസിലർ ലൗലി ഷാജി, കോർഡിനേറ്റർ ബ്ലസി കുര്യാക്കോസ്, ലിസി ജോണി, ബീന ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭ 6-ാം വാർഡിൽ വാർഡ് സഭ നടന്നു. നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചിറ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിലേക്കുള്ള ഉപഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിനായാണ് വാർഡ് സഭാ യോഗം ചേർന്നത്. വെട്ടിക്കുഴക്കവല സാംസ്കാരിക നിലയത്തിൽ വെച്ചാണ് വാർഡ് സഭ നടന്നത്. വാർഡ് കൗൺസിലർ ഷൈനി സണ്ണി ചെറിയാൻ അധ്യക്ഷയായിരുന്നു. നഗരസഭാ കൗൺസിലർ രാജൻ കാലാച്ചിറ ഉദ്ഘാടനം ചെയ്തു. വാർഡിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. യോഗത്തിൽ CDS 1 ചെയർപേഴ്സൺ രത്നമ്മ സുരേന്ദ്രൻ, റിൻഡോ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. കട്ടപ്പന കല്യാണത്തണ്ടിലെ പുല്ലുമേട് മേഖലയിൽ റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചതോടെ 43 കുടുംബങ്ങൾ ആശങ്കയിൽ. കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് 60 സർവേ നമ്പർ 19 ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന റെക്കോർഡുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള 37 ഏക്കർ റവന്യൂ പുറമ്പോക്കിൽ വർഷങ്ങളായി താമസിക്കുന്ന തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഓരോ വർഷവും പട്ടയം നൽകാമെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോഴും റവന്യൂ വകുപ്പിന്റെ കുടിയൊഴിപ്പിക്കൽ തന്ത്രം തുടരുകയാണെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് റവന്യൂ വകുപ്പ് അധികൃതർ കല്യാണത്തണ്ടിലെ പുല്ലുമേട് മേഖലയിൽ ഇത് സർക്കാർ ഭൂമിയാണെന്ന ബോർഡ് സ്ഥാപിക്കുന്നത്. ഭൂരേഖ തഹസിൽദാരുടെ പേരിലാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് 60 സർവേ നമ്പർ 19 ഉൾപ്പെട്ട സർക്കാർ വക പുല്ലുമേട് എന്ന റെക്കോർഡുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 37 ഏക്കർ റവന്യൂ പുറമ്പോക്കിൽ താമസിക്കുന്ന 43 കുടുംബങ്ങളെ ഇറക്കിവിട്ട് ഇവിടം റിസർവ് വനമാക്കി പ്രഖ്യാപിക്കാനുള്ള സർക്കാരിന്റെ നീക്കമാണോ ഇതെന്നാണ് പ്രദേശവാസികളുടെ ആശങ്ക. കട്ടപ്പന നഗരസഭയിലെ കല്യാണത്തണ്ടിൽ 19, 17, 18 സർവേ നമ്പറിലെ പ്രദേശം റവന്യൂ ഭൂമിയാണെന്ന് പറഞ്ഞാണ് ഓരോ വർഷവും കുടിയൊഴിപ്പിക്കാൻ അധികൃതർ ഇവിടെ എത്തുന്നത്. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ആളുകൾ ഇവിടെ താമസിക്കുന്നതാണ്. ഇവർക്ക് പട്ടയമെന്ന സ്വപ്നം ഇപ്പോഴും അകലെയാണ്. ഓരോ വർഷവും പട്ടയം നൽകാമെന്ന് പറഞ്ഞ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വാഗ്ദാനങ്ങളും ഉണ്ടാകാറുണ്ട്. സർവേയർമാരെത്തി അളന്ന് തിട്ടപ്പെടുത്തി പണം മേടിച്ചു പോകുന്നതല്ലാതെ നടപടി ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇവർ ഓരോ വർഷവും ഓരോ 17 ആദ്യമേ ഒന്നുകൂടി ഇറക്കി, അത് കഴിഞ്ഞിപ്പം 19 ഇറക്കി. ഈ 19 42 വീട്ടുകാരുണ്ട്. സർക്കാർ ഇതിനകത്ത് ഒരു നിലപാടും പട്ടയം കൊടുക്കാമെന്നും പറഞ്ഞ് എല്ലാ വർഷവും 2010 എല്ലാ വർഷവും അപേക്ഷ കൊടുക്കും. ഈ ആൾക്കാരെ പറ്റിക്കും. കുറേ സർവേയർമാരെ കൊല്ലത്തുനിന്നും തിരുവനന്തപുരത്തുനിന്നും ഇങ്ങോട്ട് പറഞ്ഞു വിടും. അവരിവിടെ വന്ന് 10, 5000, 2000 രൂപ വെച്ച് മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് ഇത് മൊത്തം സ്ഥലവും അളക്കും. അളന്ന് അവസാനം ചെല്ലും പറയും സർക്കാർ പുല്ലുമേടെന്നാണ് കിടക്കുന്നത്, ലാൻഡ് രജിസ്റ്റർ വ്യക്തിയുടെ പേരില്ലെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാരെ എല്ലാം ഇങ്ങനെ. ഇപ്പോൾ അത് ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ 42 കുടുംബക്കാർ താമസിക്കുന്നുണ്ട്. ഈ സർവേ നമ്പർ 19 സർക്കാർ പുല്ലുമേടെന്ന് രേഖപ്പെടുത്തിയേക്കുന്നത്. അത് കാരണം ഇതിന് പട്ടയം കിട്ടത്തില്ല. ഈ ആൾക്കാരെല്ലാം കുഴി ഇറക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും ഓരോ ഭാഗത്തുള്ള ആൾക്കാരെ ഒഴിപ്പിച്ച് വിട്ടുകൊണ്ടിരിക്കുകയാണ്. പട്ടയം നൽകാത്തത് കൊണ്ട് തന്നെ നഗരസഭയിൽ നിന്ന് അനുവദിച്ച വീടുകളും നിർമ്മിക്കാൻ സാധിക്കുന്നില്ല. പഴയ വീടിനും സ്ഥലങ്ങൾക്കും ഉൾപ്പെടെ കരം അടച്ചു പോരുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു. എനിക്കൊരു പേരില്ലെങ്കിലും അവിടെ വന്ന് ആ ഫോട്ടോയും എടുത്തുകൊണ്ട് പോകണം. വിധവയാ, ഞാൻ കരവടച്ചോണ്ടിരിക്കുന്നത്. ഇത് പുറമ്പോക്കാന്നും പറഞ്ഞ് ഞാൻ കരവടക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോൾ എത്ര അതെ ആ കാർഡിലേക്ക് ഇരിപ്പുണ്ട്. കരവടച്ച രസീതും പിന്നെ പിണറായിക്ക് ഞാൻ പെരയുടെ ഫോട്ടോയും പട്ടയത്തിൻ്റെ എല്ലാം കൊടുത്ത രസീത് ആ പുള്ളിക്കാരൻ്റെ ഇപ്പം ഞാൻ കൊടുത്തിട്ടുണ്ട്. എനിക്കൊരു പട്ടയവും ഇല്ല, പിന്നെ പെരയും ഇല്ല. പലുതാ കിട്ടിയത് ഞാൻ കിടക്കുന്നത്. 1960കളിൽ ഉൾപ്പെടെ ഇവിടെ താമസമാക്കിയ ആളുകൾ ഇനി ഭൂമിയിൽ നിന്ന് കുടിയിറങ്ങണമോ എന്ന ആശങ്കയിലാണെന്നും നാട്ടുകാർ പറഞ്ഞു. റവന്യൂ വകുപ്പിൻ്റെ എന്നാണെന്നുള്ള ഇവിടെ കൂടാൻ പറഞ്ഞു. കൂടിയിട്ട് നമുക്ക് പരിപാടി ഉണ്ടാക്കാം, പട്ടയം വല്ലതും കിട്ടുമോ എന്ന് നോക്കാമെന്നും കൊണ്ടാണ്. പിന്നെ ഞാൻ 5 മണിയായി. 2 സ്ത്രീകളും 4
ആണുങ്ങളും ഉണ്ട്. പോകാനൊന്നും അറിയത്തില്ല, എങ്ങോട്ടാ പോകണ്ടേ? സർക്കാർ മാർക്കം കാണിച്ചാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. ഈ സർവേ നമ്പറുകളുടെ അതിർത്തി പങ്കിടുന്ന സർവേ നമ്പറുകളിലെല്ലാം പട്ടയം ലഭിച്ചിട്ടുണ്ട്. റവന്യൂ നടപടിയുമായി മുന്നോട്ട് പോയാൽ ജനകീയ സമരങ്ങൾക്കുൾപ്പെടെ കല്യാണത്തണ്ട് വേദിയാകും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ കേജീസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കട്ടപ്പന കല്യാണത്തണ്ടിലെ പുല്ലുമേട് മേഖലയിൽ റവന്യൂ അധികൃതർ സർക്കാർ വക ഭൂമി എന്ന ബോർഡ് സ്ഥാപിച്ചതോടെ ആശങ്കയിൽ 43 കുടുംബങ്ങൾ. ഇവിടെ വർഷങ്ങളായി താമസിക്കുന്ന തങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണിതെന്ന് പ്രദേശവാസികൾ. ഓരോ വർഷവും പട്ടയം നൽകാമെന്ന വാഗ്ദാനങ്ങൾ ഉണ്ടാകുമ്പോഴും റവന്യൂ വകുപ്പിന്റെ കുടിയൊഴിപ്പിക്കൽ തന്ത്രം തുടരുകയാണെന്നും ആരോപണം. കട്ടപ്പന കല്യാണത്തണ്ടിൽ റവന്യൂ വകുപ്പ് ബോർഡ് സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് ഈ മാസം 28-ന് റവന്യൂ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗം ചേരുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. സർക്കാർ ജനങ്ങൾക്കൊപ്പമാണെന്നും ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും മന്ത്രി. സർക്കാർ വക ഭൂമിയിൽ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് എഴുതി സ്ഥാപിച്ച ബോർഡ് പിഴുതെറിഞ്ഞ കോൺഗ്രസ്. CHR വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സുപ്രീംകോടതിയിൽ CHR വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ ഇതിനു മുമ്പ് സ്വീകരിച്ചിരിക്കുന്ന തീരുമാനത്തിന് ഘടകവിരുദ്ധമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കാർഡമം ഹിൽ റിസർവ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന കേസിൽ കൃഷിക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഒരു സമീപനമായിട്ട് മാത്രമേ ഭൂമിയുടെ അളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലിനെ കാണാൻ കഴിയൂവെന്നും MP. അയ്യപ്പൻകോവിൽ പുല്ലുമേട് സുൽത്താനിയ റോഡിന് 40 ലക്ഷം രൂപ അനുവദിച്ചതായി പീരുമേട് MLA വാഴൂർ സോമൻ. റോഡിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം HCN റിപ്പോർട്ട് ചെയ്തിരുന്നു. മഴക്കാലം കഴിയുന്ന മുറയ്ക്ക് നിർമ്മാണം ആരംഭിക്കുമെന്നും MLA. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.